ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അല്പസമയം മുമ്പ് ആരോഗ്യമന്ത്രി വീണ ജോർജ് തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് എത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. എന്തായാലും ഇനി വീണ ജോർജിന്റെ നേതൃത്വത്തിൽ അവലോകന യോഗം ചേരുമെന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. നേരത്തെ മന്ത്രിമാരായ VN വാസവൻ, R ബിന്ദു, ഒപ്പം P രാജീവ് അടക്കമുള്ളവർ ഇവിടേക്ക് എത്തിയിരുന്നതാണ്. അവരുടെ നേതൃത്വത്തിൽ ഇവിടെ യോഗം നടക്കുകയാണ്. ഇതിനിടയിലാണ് ഇപ്പോൾ മന്ത്രി വീണ ജോർജ് കൂടി എത്തിയിരിക്കുന്നത്. സ്വാഭാവികമായിട്ടും പരിക്കേറ്റ ആളുകളെ സന്ദർശിക്കും. അതിനുശേഷമായിരിക്കും അവലോകന യോഗം ചേരുക. ഇതിനകം തന്നെ വലിയ രീതിയിലുള്ള സജ്ജീകരണങ്ങളാണ് തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ഒരുക്കിയിരിക്കുന്നത്. അതിൽ പ്രധാനപ്പെട്ട കാര്യം ശിവ സൂചിപ്പിച്ച പോലെ തന്നെ ഇത്തരത്തിൽ പരിക്കേറ്റ ആളുകളെ കൊണ്ടുവരുന്നു എന്ന് പറയുമ്പോൾ തന്നെ വിദഗ്ധ സംഘത്തെ രൂപീകരിച്ചുള്ള ചികിത്സയിലേക്കാണ് പോവുകയും ചെയ്തിരുന്നത്. കോട്ടയം, പാലക്കാട്, ഒപ്പം തൃശൂരിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് വിദഗ്ധരായ ഡോക്ടർമാരെ എത്തിക്കുന്നു. അവരുടെ മേൽനോട്ടത്തിൽ കൂടിയാണ് ഇപ്പോൾ ചികിത്സ തുടരുന്നത്. ഇതിൽ നേരത്തെ മന്ത്രി VN വാസവൻ അദ്ദേഹം പരിക്കേറ്റവരെ സന്ദർശിച്ച ശേഷം ചില കണക്കുകൾ പറഞ്ഞിരുന്നു. അതായത് 10 പേരാണ് ഇപ്പോൾ ബേൺ ICUവിൽ കഴിയുന്നത്. അതിൽ 2 പേർ വെന്റിലേറ്ററിലും 3 പേർ അതീവ ഗുരുതരാവസ്ഥയിലുമാണ് ഉള്ളത്. 8 പേരെയാണ് മരിച്ച 8 പേരെയാണ് തിരിച്ചറിഞ്ഞിരിക്കുന്നത്. ഇതിൽ 5 പേരുടെ പേരുവിവരങ്ങൾ നേരത്തെ തന്നെ, അതായത് ഈ 5 പേരുടെ പേരുവിവരങ്ങൾ നേരത്തെ തന്നെ നമ്മൾ പറഞ്ഞിരുന്നതാണ്. വിഷ്ണു, വിജീഷ് അടക്കമുള്ളവരാണ് മരിച്ചത്. എന്തായാലും ഇതിൽ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ സംഭവ സ്ഥലത്ത് എത്ര പേരാണ് ഉണ്ടായിരുന്നതെന്നുള്ള കാര്യത്തിൽ നേരത്തെ ഒരു അവ്യക്തത ഉണ്ടായിരുന്നു. 40ഓളം പേരാണ് ഉണ്ടായിരുന്നതെന്നുള്ള മൊഴിയൊക്കെയാണ് പോലീസിന് ലഭിച്ചിരുന്നത്. എന്നാൽ മന്ത്രി VN വാസവൻ പറയുന്നത് 42 പേർ സംഭവ സ്ഥലത്ത് ഉണ്ടായിരുന്നു എന്നുള്ള ഒരു ദൃക്സാക്ഷി മൊഴി പോലീസിന് ലഭിച്ചിട്ടുണ്ടെന്നുള്ളത്. അങ്ങനെ ആ കണക്ക് 42ലേക്ക് എത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. എന്തായാലും ഇതോടൊപ്പം തന്നെയാണ് നാളെ രാവിലെ ഓൺലൈനായി പ്രത്യേക മന്ത്രിസഭാ യോഗം ചേരാൻ തീരുമാനിച്ചിരിക്കുന്നത്. ഒപ്പം തന്നെ മറ്റന്നാൾ മന്ത്രി VN വാസവന്റെ നേതൃത്വത്തിൽ അവലോകന യോഗം ചേരുകയും ചെയ്യും. നമുക്കറിയാം ഇനി തൃശ്ശൂർ പൂരത്തിന് അധികം നാളുകളില്ല. അപ്പോൾ അതിൻ്റെ കാര്യത്തിലടക്കം തീരുമാനം എടുക്കേണ്ടതുണ്ട്. അതിനുള്ള അവലോകന യോഗം മറ്റന്നാൾ ചേരുമെന്നുള്ളതാണ് മന്ത്രി അറിയിക്കുകയും ചെയ്തിരിക്കുന്നത്. എന്തായാലും വലിയ രീതിയിലുള്ള സജ്ജീകരണങ്ങൾ ഒരുക്കിയാണ് ഇപ്പോൾ തൃശ്ശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സ തുടരുന്നത്. അല്പസമയത്തിനകം തന്നെ മന്ത്രി വീണ ജോർജിന്റെ പ്രതികരണം ഉണ്ടാകുമെന്നുള്ളത് കൂടിയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇനിയും കൂടുതൽ അവശിഷ്ടങ്ങൾ, അതായത് ഈ മൃതദേഹത്തിൻ്റെ അവശിഷ്ടങ്ങൾ നേരത്തെ 2-3 ആംബുലൻസിലായിട്ട് ഇവിടേക്ക് എത്തിക്കുന്ന സാഹചര്യമുണ്ടായിരുന്നു. നാളെ തിരച്ചിൽ, ഇന്നത്തെ പരിശോധനകൾ പൂർണ്ണമായും അവസാനിപ്പിച്ചിട്ടുണ്ട്. നാളെ പരിശോധനകൾ പുനരാരംഭിക്കും. എന്തായാലും ഇതിൽ ഈ കൂടുതൽ ആളുകൾ, അതായത് ഇപ്പോൾ ഈ പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയായിക്കൊണ്ട് 2 പേരുടെ മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകിയിരിക്കുന്നു എന്നുള്ളതാണ്. മന്ത്രി VN വാസവൻ പറഞ്ഞത് ഇന്ന് പോസ്റ്റ്മോർട്ടം തുടരുമെന്നുള്ളതാണ്. മറ്റുള്ളവരുടെ പോസ്റ്റ്മോർട്ടം നടപടികൾ കൂടി പൂർത്തിയാക്കൊണ്ട് വേഗത്തിൽ ബന്ധുക്കൾക്ക് വിട്ടു നൽകാനുള്ള നടപടികൾ ഉണ്ടാകുമെന്നുള്ളതാണ് അദ്ദേഹം അറിയിക്കുകയും ചെയ്തിരുന്നത്. എന്തായാലും ഇപ്പോൾ മറ്റൊരു കാര്യം, പോലീസ് ഈ വിഷയത്തിൽ കേസെടുത്ത് അന്വേഷണത്തിലേക്ക് പോവുകയാണെന്നുള്ളതാണ്. നമുക്കറിയാം ഈ സംഭവം ഉണ്ടായതിന് തൊട്ടു പിന്നാലെ തന്നെ തൃശ്ശൂർ മെഡിക്കൽ കോളേജ് പോലീസ് ഇത് സംബന്ധിച്ച് കേസ് രജിസ്റ്റർ ചെയ്തതാണ്. അത് ഫയർ ഒക്കുറൻസ് എന്നുള്ള വകുപ്പ് ചുമത്തിയാണ് ഈ കേസ് എടുത്തിരിക്കുന്നത്. ആരെയും പ്രതി ചേർത്തിട്ടില്ല. ഇനി സ്വാഭാവികമായിട്ടും കൂടുതൽ പരിശോധനകൾക്ക് ശേഷമായിരിക്കും പ്രതി ചേർക്കാനുള്ള നടപടികളിലേക്ക് പോലീസ് കടക്കുകയും ചെയ്യുക. നമ്മൾ മനസ്സിലാക്കുന്നത് ഒരു SIT രൂപീകരിച്ചുകൊണ്ടുള്ള അന്വേഷണമാണ് ഇപ്പോൾ നടക്കുന്നതെന്നുള്ളതാണ്. അതായത് തൃശ്ശൂർ സിറ്റി പോലീസ് കമ്മീഷണറുടെ നേതൃത്വത്തിൽ ഒരു പ്രത്യേക അന്വേഷണ സംഘമുണ്ടാകും. അവരായിരിക്കും അന്വേഷണം നടത്തുക എന്നുള്ളതാണ് DGP അറിയിക്കുകയും ചെയ്തിരുന്നത്. അങ്ങനെ SIT വൈകാതെ തന്നെ ഈ പരിക്കേറ്റ ആളുകളുടെ മൊഴി രേഖപ്പെടുത്തും. ഇതോടൊപ്പം തന്നെ ഫോറൻസിക് പരിശോധന, നാളെ നടക്കാൻ പോകുന്ന ഫോറൻസിക് പരിശോധന വളരെ പ്രധാനപ്പെട്ടതാണ്. ഈ ഫോറൻസിക് പരിശോധനയിലായിരിക്കും ഈ അപകട കാരണം വ്യക്തമാവുകയും ചെയ്യുക. ഇപ്പോഴും വലിയ രീതിയിൽ തന്നെ അവ്യക്തതയുണ്ട്. എങ്ങനെയാണ് ഈ അപകടം ഉണ്ടായെന്നുള്ള കാര്യത്തിൽ അവ്യക്തതയുണ്ട്. കനത്ത ചൂടാണ്, 38 ഡിഗ്രി സെൽഷ്യസ് തൃശ്ശൂർ ജില്ലയിൽ ഇന്ന് രേഖപ്പെടുത്തുന്ന സാഹചര്യമുണ്ടായിരുന്നു. അപ്പോൾ കനത്ത ചൂടാണ് ഇത്തരത്തിലൊരു അപകടത്തിലേക്ക് നയിച്ചതെന്നുള്ളൊരു പ്രാഥമിക നിഗമനം മാത്രമാണ് ഉള്ളത്. അതിൽ കൂടുതൽ വ്യക്തത വരുത്താനുള്ള പരിശോധനകൾ കൂടി നാളെ നടക്കാനിരിക്കുകയാണ്. ഇതിനിടയിലാണ് ഇപ്പോൾ തൃശ്ശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ കൂടുതൽ സംവിധാനങ്ങൾ ഒരുക്കി വലിയ രീതിയിലുള്ള ചികിത്സ നടക്കുന്നത്. ഷെറിനാണ് വിവരങ്ങൾ നൽകിയത്. പ്രാഥമിക വിവരങ്ങൾ മാത്രമാണ് നമ്മുടെ മുന്നിലുള്ളത്. എങ്ങനെയൊരു അപകടം സംഭവിച്ചു എന്ന് കൃത്യമായിട്ട് അറിയേണ്ടതുണ്ട്. കാലാവസ്ഥ, അതോടൊപ്പം കടുത്ത ചൂട്, വെയിലൊക്കെ ഈ അപകടത്തിന് കാരണമായിട്ടുണ്ടെന്നാണ് ഇപ്പോൾ പ്രാഥമികമായി മനസ്സിലാക്കുന്നത്. 26-ാം തീയതി തൃശ്ശൂരിനെ മാത്രമല്ല കേരളത്തിൻ്റെ ആകെ, മലയാളികളുടെ ആകെ വലിയൊരു ആഘോഷം തൃശ്ശൂർ പൂരം നടക്കേണ്ടതായിരുന്നു. അതിനുള്ള വെടിക്കെട്ട് സാമഗ്രികൾ തയ്യാറാക്കുന്നതിനിടയിലാണ് കണ്ണീരിലാഴ്ത്തിക്കൊണ്ട്, കേരളത്തെ ആകെ വലിയ വേദനയിലാഴ്ത്തിക്കൊണ്ട് ഇത്തരത്തിൽ വലിയൊരു അപകടം സംഭവിക്കുകയും ഇപ്പോൾ 13 മരണങ്ങൾ ഉണ്ടാവുകയും ചെയ്തത്. ഇപ്പോൾ ആരോഗ്യമന്ത്രി വീണ ജോർജ് അവിടേക്ക് തൃശ്ശൂർ മെഡിക്കൽ കോളേജിലേക്ക് എത്തിയിട്ടുണ്ട്. അവലോകന യോഗം ചേരും. ഇന്നത്തെ തിരച്ചിൽ ഇപ്പോൾ അവസാനിപ്പിച്ചിട്ടുണ്ട്. നാളെ അതിരാവിലെ തന്നെ വീണ്ടും തിരച്ചിൽ ആരംഭിക്കുമെന്നാണ് മനസ്സിലാക്കുന്നത്.